ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം. മേ ബി ചിലർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കാം, ചിലർക്ക് അറിയാത്ത കാര്യമായിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. പലർക്കും നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻസ് കൺസീലറൊന്നും എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമ്മൾ സ്കിന്നിന് പറ്റിയ അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൺസീലറും ഏതാണെന്ന് എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, നമ്മൾ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് ഈ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷൻ, ഈ കളർ എനിക്ക് എന്തായാലും മാച്ച് ചെയ്യും. നമ്മൾ ഫോണിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മേ ബി തോന്നും ഒരു സ്കിൻ ടോൺ ആണ് എൻ്റെത്, അങ്ങനെയൊക്കെ തോന്നും. അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാവരും സ്കിൻ ടോണും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ നോക്കണത് നമ്മൾ വെയിൻ ഉപയോഗിച്ചിട്ടാണ്. അത് ചിലവർക്കറിയും. അപ്പോൾ വെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു കാര്യം, എന്തെങ്കിലും നോയ്സ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി, നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വെയിന് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ പേർപ്പിൾ കളറാണെന്നുണ്ടെങ്കിൽ ഇത് കൂൾ അണ്ടർ ടോൺ ആണ്. ഈ കൂൾ അണ്ടർ ടോൺ ഉള്ളവർക്ക് ഏതൊക്കെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, കൂൾ അണ്ടർ ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻസ്, ഈ കൂൾ അണ്ടർ ടോൺ എന്ന് പറയുന്നത് ഫെയർ സ്കിന്നാണ് കേട്ടോ. ഐവറി, ബിസ്ക്യൂ, വാനില, ഷെല്ല്, ഇങ്ങനെ കുറച്ച് ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ആണ് കൂൾ അണ്ടർ ടോണിന് മാച്ച് ആവുക. സൗണ്ട് നല്ലോണം ഉണ്ട്. അതേപോലെ ഈ കൂൾ അണ്ടർ ടോണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസാണ് പ്ലാറ്റിനം, സിൽവർ. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ വൈറ്റ് അല്ലെങ്കിൽ ഈ ഫോറിൻസൊക്കെ ഓരുടെ വെഡ്ഡിങ്ങിന് ഗോൾഡ് അല്ല ചൂസ് ചെയ്യണത്. നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോൺ ആണ് ഗോൾഡ് യൂസ് ചെയ്യണത്. ഈ ഫോറിൻസൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും യൂസ് ചെയ്യുക സിൽവർ, പ്ലാറ്റിനം അങ്ങനെയാണ്. അപ്പോൾ ഓരുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള കളറാണ് അത്. ഇനിയിപ്പോൾ ഗ്രീനോ അല്ലെങ്കിൽ ഒലീവ് വെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൻ ടോൺ വന്നിട്ട് വാമാണ്. ഈ വാമാണ് കൂടുതലും നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിൽ കാണുന്നത്. അപ്പോൾ വാം അണ്ടർ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ ഷെയ്ഡ് അലാബസ്റ്റർ, വാം ഐവറി, ബീജ് ന്യൂഡ്, ഇങ്ങനെയുള്ള ഷെയ്ഡുകൾ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഇപ്പം ഞാൻ കൂളിൽ കുറച്ച് ഷെയ്ഡ്സ് പറഞ്ഞില്ലേ, അത് മാത്രമൊന്നുമല്ല. അതേപോലെ തന്നെ വാമിൽ ഞാൻ പറയണത്, ഞാൻ 4-5 ഷെയ്ഡ് മാത്രമാണ് പറയണത്. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഷെയ്ഡുകളുണ്ട്. അതേപോലെ ഈ വാം അണ്ടർ ടോണിന് മാച്ചിങ് ആവുന്ന ജ്വല്ലറി ഏതാണ്? ഗോൾഡ്, റോസ് ഗോൾഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണാണ് കൂടുതൽ ഗോൾഡൊക്കെ യൂസ് ചെയ്യണത്. അത് ഇതുകൊണ്ടാണ് നമുക്ക് മാച്ച് ചെയ്യണത് ഈ ഒരു ഗോൾഡാണ്. അപ്പോൾ റോസ് ഗോൾഡ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതാണ്. ഐ തിങ്ക് എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടല്ല, കുറച്ച് വർഷങ്ങളായിട്ട് വന്നതാണ് റോസ് ഗോൾഡൊക്കെ. അപ്പോൾ അതും തന്നെ നമുക്ക് ഇട്ടാൽ നല്ല ഭംഗി തോന്നലില്ലേ, അത് അതുകൊണ്ടാണ്, നമ്മുടെ സ്കിന്നിന് മാച്ച് ആയതുകൊണ്ടാണ്. ഇനിയുള്ളത് ന്യൂട്രൽ അണ്ടർ ടോൺ. ഇതിന് ഏത് വെയിനാണ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ ഓർ ഗ്രീൻ ആണ് വെയിൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ന്യൂട്രൽ അണ്ടർ ടോൺ ആണ്. ന്യൂട്രൽ അണ്ടർ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻസ്, ഈ ന്യൂട്രൽ അണ്ടർ ടോൺ എന്ന് പറയുമ്പോൾ വാമും കൂളും മിക്സ് ആയിട്ടുള്ള അണ്ടർ ടോൺസ് ആണ്. ഇപ്പോൾ ഭയങ്കര ഫെയറും അല്ല എന്നാൽ വാമും അല്ല, ഭയങ്കര ഫെയറും അല്ല എന്നാൽ ഭയങ്കര ഡാർക്കും അല്ല, അങ്ങനെ ഒരു കളർ ഉണ്ടാവുമല്ലോ, ആ ഒരു കളറാണ് ന്യൂട്രൽ അണ്ടർ ടോൺ. പേള്, ബഫ്, ബിസ്ക്കറ്റ്, പെബിൾ, ഹണി, അങ്ങനെയുള്ള ഷെയ്ഡ്സുകളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ഒരു വാമായാലും കൂളായാലും ന്യൂട്രലായാലും ഇതെല്ലാം ഷെയ്ഡ് നോക്കുമ്പോൾ 3 ഭാഗമായിട്ട് നമ്മൾ തിരിക്കണം. അതായത് ലൈറ്റ്, മീഡിയം, ഡീപ്പ്. ഓക്കെ, ഇപ്പോൾ കൂൾ അണ്ടർ ടോണുള്ള ആൾക്കാരനെ ലൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് പറ്റുന്ന ഫൗണ്ടേഷൻ വേറെയാണ്. അതുപോലെ മീഡിയം അണ്ടർ ടോണിന് വേറെയാണ്, ഡീപ്പ് അണ്ടർ ടോണിന് വേറെയാണ്. അപ്പോൾ അതിൽ ഷെയ്ഡ്സിൽ ഡിഫറൻസ് വരും കേട്ടോ. ന്യൂട്രൽ അണ്ടർ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള
ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ ഗോൾഡും സിൽവറും ആണ്. അവർക്ക് ഗോൾഡും സിൽവറും ആണ് മാച്ചിങ് ആയിട്ടുണ്ടാവുക, അതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളും. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് മറുപടി തരും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിങ്ങനെ ബ്രൈഡ്സിനൊക്കെ നമ്മൾ ജ്വല്ലറീസ്, ഡ്രസ്സസ് എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കളറും അതുപോലെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലും. ഇപ്പോൾ പലരും നോക്കുക ഡ്രസ്സിൻ്റെ കളറ് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത്. നമ്മൾ അണ്ടർടോണിന് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യണ കണ്ടിട്ടുണ്ട്, ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത്. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളതും നോക്കണം കേട്ടോ. നമ്മൾ അതുപോലെ തന്നെയാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഡ്രസ്സ് എടുത്തു, ആ ഡ്രസ്സിലേക്ക് നമ്മൾ മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാച്ച് ആവുന്നത് സിൽവർ അല്ലെങ്കിൽ പ്ലാറ്റിനം ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഒരു ഗ്രീൻ, ഒരു അങ്ങനെയൊക്കെ ഒരു കളറാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏത് കളർ എടുക്കും? സിൽവർ ഓൺലി എടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ ഒരു മജ കിട്ടില്ല. ആ ഒരു ഡ്രസ്സിൻ്റെ കളറും കൂടെ ഉണ്ടാകുമ്പോൾ രസമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്കിൻ ടോണും നോക്കണം, അതുപോലെ ഡ്രസ്സിൻ്റെ കളറും നോക്കണം. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഡ്രസ്സ് ആയാലും, ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള കളർ ആയാലും, അതുപോലെ ഓർണമെൻറ്റ്സ് ആയാലും എല്ലാം നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.